ശ്രീ CR നീലകണ്ഠൻ. കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച നിലയ്ക്കല്ല യുവജനങ്ങളുടെ പ്രക്ഷോഭം പുരോഗമിച്ചത്. ഒരർത്ഥത്തിൽ ഊരാക്കുരുക്കാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലേക്ക് സർക്കാർ എത്തുന്നു. ഇന്നലെ അർദ്ധരാത്രിക്ക് പ്രധാനമന്ത്രി സെൽഫി വീഡിയോ ഇറക്കുന്നു. കാര്യമുണ്ടാവുന്നില്ല. പുതിയ നടപടികൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം NTA സംബന്ധിച്ച്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കാര്യത്തിൽ അക്കൗണ്ടബിൾ ആവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകുന്നില്ല. ഈ വിദ്യാർത്ഥി സമരത്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ ഏത് തരത്തിലുള്ള പ്രാധാന്യം? ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിന് തുല്യമായ ഒരു വലിയ ചിത്രം ഇവിടെ വരികയാണ്. ഇവിടെ കൃത്യമായ കുട്ടികൾ സമരം തുടങ്ങി. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ, പ്രതിപക്ഷ കക്ഷികളെ അതിലേക്ക് കൊണ്ടുവന്നു. സോനം വാങ്ചുകിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു. പക്ഷെ ഇവർക്കാർക്കും സമരം വിട്ടുകൊടുത്തില്ല. സമരം അവരുടെ കയ്യിൽ വെച്ചു. അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. ഇപ്പോൾ ഒരു വളരെ ലളിതമായ ഒരു കാര്യം, ഒരു ചോദ്യം മാത്രം പ്രധാനമന്ത്രിയെ പോലെയുള്ള ആളുകളോട് ചോദിക്കട്ടെ. ഈ പരീക്ഷ അട്ടിമറി നടന്നിട്ട് എത്ര മാസമായി? അതിനുശേഷം പുനഃപരീക്ഷ നടത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നു. 20-22 ലക്ഷം കുട്ടികൾ ദുരന്തം അനുഭവിച്ചു. അവർ ജൂൺ 6 അവിടെ സമരം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ആളുകളും കിടന്ന് ഉറങ്ങായിരുന്നു ഇതുവരെ, അതോ ഇവർ വല്ല അബോധാവസ്ഥയിലായിരുന്നു, എനിക്കറിയില്ല. ഇന്നലെ രാത്രി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാവുകയും, ബുദ്ധന്റെ പോലെ ബോധോദയം ഉണ്ടാവുകയും, ഞാനിതാ NTA മാറ്റം വരുത്താൻ പോകുന്നു, നിയമം കൊണ്ടുവരാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന സമരം മർമ്മത്ത് കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആകെ രക്ഷിക്കാനുള്ളത് NTA ഈ മന്ത്രിയെ മാത്രമാണ്. എന്തുകൊണ്ട് മന്ത്രിയെ സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട്? അതിന് കാരണം ഇത് മന്ത്രി മാത്രം ചെയ്ത കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വേറെ ഒരുപാട് പേർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പം 47 ജീവനക്കാരെ പിരിച്ചുവിട്ടുണ്ടായില്ല. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർന്ന വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാതെ ഒരു കാരണവശാലും ഈ സമരം പോകില്ല. അപ്പോൾ വാങ്ചുക്ക് ഒരു പക്ഷേ ഒത്തുതീർപ്പിന് പോയേക്കാം. വാങ്ചുക്ക് അല്ലല്ലോ സമരം തുടങ്ങിയത്. നാളെ പ്രതിപക്ഷം ഒത്തുതീർപ്പിന് പോകുമെന്ന് എനിക്കറിയില്ല, പോയേക്കാം. അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി സമരത്തിലേക്ക് വരുന്നതും ഇപ്പൊ പെല്ലറ്റുള്ള കുട്ടിയെ കാണിച്ച് നമ്മളോട് പറഞ്ഞ കാര്യം വളരെ ക്ലിയർ. എന്തിന് പെല്ലറ്റ് ഉപയോഗിച്ചു? ഇത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ പെല്ലറ്റ് വേണ്ട, സമരം വേണ്ട, ആളുകളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 16 ഇത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യില്ല, ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാവില്ല, ഇത്രയും ആക്രമണം ഉണ്ടാവില്ല, ലോക ശ്രദ്ധ കിട്ടില്ല. ഗവൺമെന്റ് പരമാവധി വിചാരിച്ചത് ഇവരെ ഒതുക്കാന്ന്. ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഡൽഹിയിലെ കുട്ടികൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തും യുവാക്കൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ പ്രശ്നത്തിന് മറുപടി പറയണം. ആ രാഷ്ട്രീയ പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നത് തന്നെയാണ്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ സമരമായോ ഒന്നും പറ്റില്ല. ഗവൺമെന്റ് ഫീൽ ചെയ്തു എന്നിപ്പോൾ മനസ്സിലായല്ലോ അഭിലാഷേ. ഗവൺമെന്റിനെ നന്നായി അടിമർമ്മത്തിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വീണെടുത്ത് കിടന്ന് ഉരുളുന്ന തട്ടിപ്പ് പരിപാടിയാണ്. അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ഫാസ്റ്റ് ട്രാക്ക് കൊടുത്ത് ഇതൊക്കെ ഇരുന്നോട്ടെ, നിയമം ഭേദഗതി ചെയ്യട്ടെ, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ, എല്ലാം വരട്ടെ. ആ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കട്ടെ. ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് 1 കോടി കൊടുക്കാം എന്ന് പറയുന്നു. എനിക്കറിയില്ല, നിങ്ങൾ വാർത്തകളിൽ നിന്ന് പറഞ്ഞാണ്. അത് ചെയ്യട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രശ്നം. ഈ കുട്ടികൾ അരാഷ്ട്രീയവാദികളാണെന്നല്ലേ പറഞ്ഞേ? ഈ കുട്ടികൾ കൃത്യമായ രാഷ്ട്രീയമാണ് ഉന്നയിച്ചത്. കാരണം ഇവിടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാ സ്ഥാപനങ്ങളുടെയും വിശ്വാസം നശിപ്പിച്ച ഒരു സർക്കാരാണിത്. നമുക്കറിയാം, സുപ്രീം കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം EDയും CBIയും റിസർവ് ബാങ്കും പ്ലാനിംഗ് കമ്മീഷനും ഇല്ല. ഭരണഘടന ഏതൊക്കെ സ്ഥാപനം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പൊളിച്ചടിക്കുക ഒരു സർക്കാരാണ്. ഇതാ ഇവരിവിടെ അതിനെതിരെയാണ് ചോദ്യം. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി വരണമെങ്കിൽ അത് കേവലം NTL ഒരു ഉദ്യോഗസ്ഥനോ ഡയറക്ടറോ പോരാ. ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ്? അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പോയില്ലെങ്കിൽ അത് പോകേണ്ടി വരിക നരേന്ദ്രമോദി ആയിരിക്കും. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഒരു അംഗമാണ്. ക്യാബിനറ്റ് കൂട്ടുത്തരവാദിത്തമുള്ളതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്, പെടും എന്ന് വന്നപ്പോഴാണ്
ഇത്തരം ഗിമ്മിക്സുകൾ വരുന്നത്. ഞാൻ ഗിമ്മിക്സ് എന്ന് പറയുന്നത് ഇതിപ്പോ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല, എന്നേ ചെയ്യേണ്ട കാര്യം, എന്നേ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ഇത് അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സമരം ഉണ്ടാവില്ലല്ലോ അഭിലാഷേ, സമരം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു കൊല്ലമല്ല ഇവിടെ പ്രശ്നം. ആരോ ഇന്നലെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയാണ് ഒരു കണക്ക് പറഞ്ഞു, 1.32 ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷവും കുട്ടികളും അവരുടെ കുടുംബങ്ങളും ഇതിന് ചെലവാക്കുന്നത്. അവരുടെ ആധി, അവരുടെ ആസ്പിറേഷൻസ്, അവർക്കുണ്ടാകുന്ന നിരാശ. ഇപ്പൊ ഇതിൽ തന്നെ പുനഃപരീക്ഷ നടത്തിയപ്പോൾ 1.5 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയില്ല എന്നാണ് കണക്ക് വരുന്നത്. ആ കുട്ടികൾ എവിടെ പോയി? ആദ്യം പരീക്ഷ എഴുതി രണ്ടാമത് എഴുതാത്ത കുട്ടികൾ എവിടെ പോയി? അവരൊക്കെ കള്ളന്മാരാണ്. അവർക്ക് എഴുതാൻ കഴിയില്ല, കാരണം അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം അതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ 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 കൃത്യമാണ്, ഈ രാജ്യത്തെ യുവാക്കൾ ഒരു ചോദ്യം, രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. ഇത് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം വേണമെന്നില്ല. അവരുന്നയിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇത് ഭരണഘടനാ സ്ഥാപനം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണോ? സുപ്രീം കോടതി പോലും ഇപ്പൊ മാറ്റിയില്ലേ നിലപാട്? അത് ഞങ്ങൾക്ക് വീഡിയോ കാണണ്ട, അവർ പിന്നെ ഏത് വീഡിയോ കാണാൻ പോണേ എനിക്കറിയില്ല. ഇപ്പൊ വീഡിയോ കാണാൻ സമ്മതിച്ചല്ലോ. എന്താ വീഡിയോ കാണാൻ സമ്മതിച്ചത്? രാഹുൽ ഗാന്ധി പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചല്ലോ. ആ കുട്ടിയുടെ വീഡിയോ കാണണ്ടേ? ആ കുട്ടിയുടെ മേല് അതുപോലെയുള്ള ആളുകളുടെ മേൽ പെല്ലറ്റിട്ട് കാണണ്ടേ? അപ്പൊ തീർച്ചയായും വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നം വന്നിരിക്കുന്നു. ഇതിൽ പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ഉറച്ചു നിന്ന് ഈ കുട്ടികളുടെ സമരം വിജയിപ്പിക്കുന്നവരെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും.